മുഖ്യമന്ത്രിക്കെതിരെ പോരുമുറുക്കി കോൺഗ്രസിൽ ഒരു വിഭാഗം. വിമർശനം ഉന്നയിച്ച ജിൻഡോ ജോണിനെയും VR അനൂപിനെയും മാധ്യമ വക്താവ് സ്ഥാനത്ത് നീക്കാൻ KPCCക്ക് കത്ത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ VD സതീശൻ. KSUവിന്റെ അഭിപ്രായമനുസരിച്ച് ഭരണകാര്യങ്ങൾ തീരുമാനിക്കാനാകുമോ എന്ന് മന്ത്രി റോജി M. ജോൺ. വിമർശനത്തിന് പരിധി വേണമെന്ന് മന്ത്രി AP അനിൽകുമാർ. തിരുത്തൽ തുടരുമെന്ന് അലോഷ്യസ്. കുവൈറ്റിനെയും ബഹ്റിനെയും ആക്രമിച്ച് ഇറാൻ. കുവൈറ്റിലെ വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ പ്ലാന്റിൽ തീപിടുത്തം. വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളെ ബാധിച്ചു. ബഹ്റിന് നേരെയും വ്യോമാക്രമണം. കപ്പൽശാല ടാറ്റ നിക്ഷേപ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. അഭിമുഖത്തിൽ സൂചിപ്പിച്ചത് മിഷൻ സമുദ്രയ്ക്ക് ലക്ഷ്യമിടുന്ന നിക്ഷേപമെന്ന് വാർത്താക്കുറിപ്പ്. 10,000 കോടി നിക്ഷേപം പ്രതീക്ഷിക്കുന്നത് ഒറ്റ കമ്പനിയിൽ നല്ലെന്നും കുറിപ്പിൽ. സർക്കാർ വിശദീകരണം ദക്ഷിണേന്ത്യയിലെ എവിടെയും നിക്ഷേപത്തിലില്ലെന്ന ടാറ്റയുടെ ഔദ്യോഗിക പ്രതികരണത്തെ തുടർന്ന്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയില്ലാതെ CPM. വിഷയം കഴിഞ്ഞ കാര്യം തന്നെയെന്ന് പിണറായി വിജയൻ. ബിനോയ് വിശ്വത്തിന്റെ എതിർപ്പ് ചർച്ച ചെയ്യുമെന്നും വിശദീകരണം. MR അജിത്കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. വകുപ്പ് തല അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കുമെന്ന സൂചന. വിശദീകരണം തേടാനും സാധ്യത. ഗൺമാന്റെ മർദ്ദനമേറ്റ KD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ കാണും. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമെന്ന നേതൃത്വം. പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദവും ചർച്ചയായി. യോഗം നടന്നത് രാവിലെ പാണക്കാട്. കുതിച്ചുപാഞ്ഞ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഹരിയാനയിലെ ജിന്ദിനും സോനിപ്പത്തിനുമിടയിൽ സർവീസ്. ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗതാഗതമെന്ന അപൂർവ നേട്ടത്തിലേക്ക് ഇന്ത്യയും. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും സണ്ണി ജോസഫ്. പ്രതിസന്ധി നേരിടാൻ സർക്കാർ തയ്യാറെടുപ്പ് നടത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തൃശൂരിൽ തീവ്ര മഴ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.